എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് ബോസ്റ്റണിലേക്കാണ്. അമേരിക്കയിലെ അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ ബോസ്റ്റൺ എന്ന് പറയുന്നത്. കുറേ നാളായി ആ സ്ഥലത്തൊന്ന് പോകണമെന്ന് വിചാരിക്കണം. ഇപ്പോഴാണ് അതിനുള്ളൊരു സമയം ഒത്തു കിട്ടിയത്. അപ്പോൾ എന്തായാലും നമുക്ക് പോകാം, ബോസ്റ്റണിലെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ഇന്ന് പോയിട്ട് ഇന്ന് അവിടെ സ്റ്റേ ചെയ്ത് നാളെയാണ്ട് ഇങ്ങോട്ട് തിരിച്ചു വരുള്ളൂ. അപ്പോൾ 2 ദിവസത്തെ ട്രിപ്പാണ് നമ്മൾ വിചാരിച്ചേക്കണം. അപ്പോൾ നമുക്ക് പോകാം, സമയം കളയണ്ട. ഇവിടുന്ന് ഏകദേശം ഒരു 3-4 മണിക്കൂറുണ്ട് യാത്ര. അപ്പോൾ രാവിലെ തന്നെയാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയേക്കണം. ഇനി പോണ വഴി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണം. ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ ഉണ്ടോയെന്ന് അറിയില്ല, കാരണം എന്ന് വെച്ചാൽ അതൊക്കെ തുറക്കുമ്പോൾ തന്നെ ഒരു 11:30 ആവും. അപ്പോൾ അതുകൊണ്ടിട്ട് എങ്ങനെ ഒന്നും അറിയില്ല ഏതൊക്കെ റെസ്റ്റോറൻ്റാണ് ഓപ്പൺ. കാരണം വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ അധികം അങ്ങനെ പുറത്തുനിന്ന് കഴിച്ചിട്ടില്ലല്ലോ. മിക്കപ്പോഴും നമ്മൾ ഇവിടുന്ന് കഴിച്ചിട്ട് തന്നെയാണ് ഇറങ്ങാറ്, അല്ലെങ്കിൽ നമ്മൾ പാർസൽ ചെയ്ത് കൊണ്ടുപോകും, അങ്ങനെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നോക്കാം നമുക്ക് എന്തായാലും. അപ്പോൾ നമുക്ക് പോകാം. പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്കങ്ങനെ ബോസ്റ്റണിൽ എത്താം. പുതിയൊരു സ്റ്റേറ്റ് നമ്മളിന്ന് കടക്കാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ ഒരു സന്തോഷവുമുണ്ട്. ന്യൂയോർക്കിൻ്റെയൊക്കെ അപ്പുറത്തായിട്ട് വരും കേട്ടോ ഈ ഒരു സ്റ്റേറ്റ്. അപ്പം നമുക്ക് പോകാം. നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പുണ്ട്. എൻ്റെ പിന്നെ ഞാൻ അവിടെ എത്തുമ്പോൾ എന്താണോ അവിടുത്തെ കാലാവസ്ഥ. തണുത്തിട്ട് മരവിച്ച് പോണ്, അതുമാതിരത്തെ കാറ്റാണ്. കാറ്റാട്ടാ, ഈ കാറ്റ് അങ്ങോട്ട് വരുമ്പോഴാണ് തണുപ്പ് വരുന്നത്, അല്ലെങ്കിൽ വലിയ പ്രശ്നമില്ല. മസാച്ചുസെറ്റ്സ് അതാണ് കേട്ടോ നമ്മൾ പോകുന്ന സ്റ്റേറ്റ്സിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു കടുകട്ടി പോലത്തെ പേരല്ലേ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ നമ്മൾ ഇവിടുന്ന് ന്യൂജേഴ്സിയിൽ നിന്ന്, അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് ന്യൂയോർക്ക്, പിന്നെ കണക്റ്റിക്കട്ട്, അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു മസാച്ചുസെറ്റ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് 2 സ്റ്റേറ്റുകൾ കവർ ചെയ്തിട്ട് വേണം കേട്ടോ ഈ ഒരു ബോസ്റ്റണിൽ എത്താൻ വേണ്ടിയിട്ട്. അമേരിക്കയിലെ വളരെ ചരിത്ര പ്രധാനമായിട്ടുള്ളൊരു നഗരമാണ് ഈ ബോസ്റ്റൺ. അവിടെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇന്ന് നമുക്ക് ഇവിടെ നിന്ന് ആ യാത്രേനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതൽ വിശദമായിട്ട് പറയാം കേട്ടോ. നമുക്ക് പോകുന്ന വഴിയിലേ 1-2 ഷോപ്പിംഗ് ഒക്കെ നടത്താനുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഏകദേശം 11:30 ആയി. അതുകൊണ്ട് നമുക്ക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമല്ലോ. അങ്ങനെ നമ്മൾ തപ്പി ഒരു ദോശക്കടയാണ് നമ്മൾ കണ്ടെത്തിയേക്കണത്. ഈ ഇന്ത്യൻ റെസ്റ്റോറൻറ്റൊക്കെ രാവിലെ തന്നെ തുറക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ തന്നെ വരണമല്ലോ. അങ്ങനെ നമ്മളിതേ ആ ദോശക്കടയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഫുള്ള് പാർസലാണ് കേട്ടോ പോണത്. ഇവിടെ ഇരുന്ന് കഴിക്കുന്ന ആളുകൾ ഭയങ്കര കുറവാണ്. നമ്മൾ ആദ്യമേ തന്നെ ഇഡ്ഡലി, സാമ്പാർ, ചട്നി അതൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ കൂടുതൽ ഇഡ്ഡലി, ദോശ, അതുപോലെ തന്നെ പൂരി അതൊക്കെയാണ് ഉള്ളത്. അതിനുശേഷം നമ്മളിതേ ഒരു നെയ് റോസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഇവിടുത്തെ ദോശ, പറയാതിരിക്കാൻ വയ്യ. പിന്നെ അതുപോലെ തന്നെ പൂരി മസാല കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചട്നിയും ഉണ്ടായിരുന്നു കേട്ടോ. പൂരി എന്തൊരു ടേസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ. എനിക്കല്ലെങ്കിൽ ഈ കടയിൽ നിന്ന് ഇങ്ങനെ ബോൾ പോലെ വലിപ്പത്തിലിരിക്കുന്ന പൂരിയിൽ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നോക്കണ്ടേ, ഇത് പനീർ ദോശയാണ് കേട്ടോ. പനീറിൻ്റെ ഫില്ലിങ് വരുന്നതാണ്. പിന്നെ നമ്മുടെ ഇന്ത്യൻ ചായ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, കുറച്ച് മുളക് ബജിയൊക്കെ പാർസൽ വാങ്ങി. കാറ്റും കണ്ടിട്ടേ സംസാരിക്കാൻ പോലും പറ്റണുണ്ടായിരുന്നില്ല. എന്തൊരു തണുപ്പാണെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെ പറഞ്ഞറിയിക്കാൻ പറ്റൂല കേട്ടോ, അതുമാതിരത്തെ തണുപ്പാണ്. ഇനി നമുക്ക് യാത്രേനെ കുറിച്ച് പറയാല്ലേ. നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 4-5 മണിക്കൂർ ഉണ്ടായിരുന്ന യാത്ര. അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈവേയിലൂടെ തന്നെയാണ് പോണത്. കാരണം എന്ന് വെച്ചാൽ ഉള്ളുവഴികളിലൂടെയാണല്ലോ നമ്മൾ സാധാരണ പോകാറ്. ഇപ്പം ഈ 4:30 ആകുമ്പോഴത്തേനും സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായി തുടങ്ങുമല്ലോ. അപ്പോൾ അതുകൊണ്ട് റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ച്. ഉള്ളുവഴിയാകുമ്പോൾ കുറേ ടൈം എടുക്കും. ഈ ഹൈവേ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് എത്താമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഹൈവേയിലൂടെ യാത്ര പോണത്. ഈ റോഡ് സൈഡിലുള്ള എല്ലാ മരങ്ങളിലെ ഇലകളൊക്കെ ഉണങ്ങി ഒരു പ്രത്യേക ഒരു ലുക്കില്ലേ, ആകെ ഒരു ഉണങ്ങി കരിഞ്ഞ പോലെ ഇരിപ്പുണ്ടല്ലേ മൊത്തത്തിൽ. എന്തായാലും ആ ഒരു കാഴ്ച കാണാനും കൊള്ളാം, നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ അത്ര ഒരു സീസണൊന്നും അല്ല കേട്ടോ ബോസ്റ്റണിൽ പോകാനായിട്ട്. കാരണം വെച്ചാൽ വിൻ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്തല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് തന്നെ ഇരുട്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാഴ്ചകൾ കാണാനുള്ള സമയം കുറവാണ്. പിന്നെ മാത്രമല്ല നല്ല തണുപ്പുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടൈമിൽ ടൂറിസ്റ്റുകൾ പോകൽ ഭയങ്കര കുറവാണ്. പക്ഷേ എങ്കിൽ
നമ്മൾ പോണ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ താങ്ക്സ് ഗിവിങ്ങിൻ്റെ അവധിയും കാര്യങ്ങളൊക്കെയാണെന്ന് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ നമ്മളങ്ങനെ പോയതാണ്. ശരിക്കും സമ്മർ ടൈമിലാണ് കേട്ടോ പോകാനായിട്ട് ഏറ്റവും നല്ലത്. എന്തായാലും നമുക്ക് ഇപ്പോഴത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് പോയി നോക്കാമല്ലോ. ഇപ്പം നമ്മളിതേ കണക്റ്റിക്കട്ട് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് കവർ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു സ്റ്റേറ്റിലേക്ക് വന്നപ്പോഴത്തേനും. ഇവിടുത്തെ ആ ഒരു സൈഡിലുള്ള ബോർഡിലൊക്കെ തന്നെ ചെറിയൊരു മാറ്റങ്ങളൊക്കെ നമുക്ക് കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മസാച്യുസെറ്റ്സ് എന്ന് പറഞ്ഞ സ്റ്റേറ്റും ഇപ്പോൾ കടന്നിരിക്കുകയാണ്. പെട്ടെന്നാണല്ലേ സ്റ്റേറ്റുകളൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് പോണത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങളെ കാണിക്കാനൊന്നുമില്ല. ഈ ഹൈവേയിൽ എന്ത് കാണിക്കാനാണ്? ഈ രണ്ട് സൈഡും ഈ മരങ്ങളും ഈ റോഡും മാത്രമേ ഉള്ളൂ. പിന്നെ ഹൈവേയിലൂടെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും കേട്ടോ. പ്രത്യേകിച്ച് സിഗ്നലാ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ എത്തിയപ്പോഴത്തേനും നോക്കിക്കട്ടെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ചെറുതായിട്ട് മഞ്ഞ് പൊടിയുന്നുണ്ടായിരുന്നു. മഞ്ഞുമഴയാണ് കേട്ടോ ആ കാണുന്നത്. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കാൻ പറ്റും. പക്ഷേ ഞങ്ങളിങ്ങനെ നേരെ അങ്ങോട്ട് ഓടിച്ചു പോയതുകൊണ്ട് കുറച്ചിടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങോട്ട് പോയപ്പോഴത്തേനും ആ ഒരു മഴ നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതേ നമ്മുടെ സൂര്യനൊക്കെ അങ്ങനെ അസ്തമിച്ച് ഇപ്പോൾ ഇരുട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ 4-4:30 ആവണേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളങ്ങനെ ബോസ്റ്റൺ നഗരത്തിലേക്ക് അങ്ങനെ പ്രവേശിച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, അമ്പരചുംബികളായിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ബോസ്റ്റൺ കാണാനായിട്ട്. നോക്കിക്കണ്ടേ, ഫുള്ള് സിറ്റിയാണ്. എനിക്ക് ഓർമ്മ വരുന്നത് നമ്മൾ ചിക്കാഗോ പോയപ്പോൾ ഇതേമാതിരിയാണ് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഫുള്ള് ഇതേമാതിരത്തെ ബിൽഡിങ്ങുകളാണ് ചിക്കാഗോയിലും. അപ്പോൾ ഇവിടെയും അങ്ങനെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും രാത്രി ആയതുകൊണ്ട് നല്ല ഭംഗിയാണ്. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് എന്ത് രസമാണെന്ന് അറിഞ്ഞാൽ കാണാൻ. അത്ര തിരക്കൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഈ തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല കേട്ടോ. ഭയങ്കര ഒരു തിരക്ക് കുറവ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോഴത്തേനും തണുപ്പ് അങ്ങോട്ട് കൂടി. അല്ലെങ്കിലും രാത്രി ആകുമ്പോഴാണല്ലോ തണുപ്പ് കൂടണത്. റോഡിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം കേട്ടോ, എല്ലാവരും ജാക്കറ്റ് ഇട്ടിട്ടാണ് പോണത്. നമ്മൾ ഇനിയിപ്പോൾ നേരെ റൂമിലേക്ക് പോണതിന് മുമ്പ് എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ നമ്മൾ ലഞ്ചൊന്നും കഴിച്ചിട്ടില്ലല്ലോ. ലഞ്ച് കഴിക്കാത്തതിൻ്റെ കാരണം വെച്ചാൽ ഈ ഹൈവേന്നേ നമുക്കിങ്ങനെ കടന്ന് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീണ്ടും സമയം പോകും. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ലേറ്റ് ആവുമല്ലോ. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ നേരെ ഇങ്ങോട്ട് വണ്ടി ഓടിച്ചിട്ട് വന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു വൈകിട്ടൊക്കെ സൂര്യൻ അസ്തമിച്ച ഒരു സമയമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫുഡ് കഴിക്കാം, എന്നിട്ട് റൂമിലേക്ക് പോകാം എന്നുള്ളൊരു രീതിയിലാണ് ഇരിക്കണത്. അപ്പം ഈ ഒരു സമയത്ത് വന്നുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ സാധാരണ നമ്മൾ സമ്മർ ടൈമിലൊക്കെയാണ് വന്നെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാൻ പോകാമല്ലോ. വൈകിട്ടല്ലേ ആയിട്ടുള്ളൂ. അങ്ങനെ പോകുന്ന വഴിയിൽ കണ്ട കാഴ്ചയാണ്ടോ. അതേ നോക്കിക്കണ്ട, ആ ബിൽഡിങ്ങിൽ ഒരു സ്റ്റെയർ ഇരിക്കണണ്ട. അതിൻ്റെ കോണിപ്പടി ഇങ്ങനെ ചാരി വെച്ചേക്കാണ്ടോ. അതെന്താ സംഗതി എന്ന് വെച്ചാൽ താഴേക്ക് ആളുകൾക്ക് ഇറങ്ങാൻ നേരത്ത് മാത്രമേ അത് താഴേക്ക് ഇറക്കുള്ളൂ. അത് ആ ഫുട്പാത്തിലേക്കാണ് ആ സ്റ്റെയർ വരുന്നത്. അല്ലാത്തപ്പോൾ അത് പൊക്കി വയ്ക്കും. അതെനിക്ക് കണ്ടപ്പോൾ ഭയങ്കര രസകരമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാനത് വണ്ടി അവിടെ നിർത്തിയിട്ടപ്പോൾ ഒരു വീഡിയോ എടുത്താണ്. അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. ലഞ്ച് എന്നൊന്നും പറയാൻ പറ്റില്ല, 4:30. നമ്മളങ്ങനെ സിറ്റി തന്നെയുള്ളൊരു യമൻ റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ വന്നേക്കണേ. നോക്കിക്കണ്ടേ, ഇങ്ങനെ താഴേക്ക് പോകണം. ഒരു പഴയ ഒരു ബിൽഡിങ്ങാണ് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റ്. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. നമ്മളങ്ങനെ അതിൻ്റെ അകത്ത് ചെന്ന് ഫുഡൊക്കെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് വലിയ കാര്യത്തിന് എത്തിയപ്പോഴാണ് അവർ പറയണ ഇത് ഫുള്ള് ബുക്കിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റൂല, നിങ്ങൾക്ക് വേണമെങ്കിൽ പാർസൽ തരാമെന്ന്. പിന്നെ എന്ത് ചെയ്യാനാണ്, ഇനിയിപ്പോൾ ഈ തണുപ്പത്ത് വേറെ റെസ്റ്റോറൻറ്റ് തേടി പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ പാർസൽ വാങ്ങിയിട്ട് റൂമിൽ പോയിരുന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് നേരം ഇവിടേക്ക് ഇരുന്ന് കഴിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് വല്ല ആശിച്ച് മോഹിച്ചൊക്കെ വന്നതാണ്. പക്ഷേ പറഞ്ഞിട്ട് എന്താ കാര്യം, ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് തോന്നണേ. നേരത്തെ കുട്ടിയൊക്കെ ബുക്ക് ചെയ്തിട്ട് വേണം വരാനായിട്ട്. അങ്ങനെ നമ്മളിതേ ഫുഡൊക്കെ പാർസൽ ചെയ്ത് ഇനി നമ്മൾ നേരെ നമ്മുടെ റൂമിലേക്കാണ് പോണത്. എന്തൊരു തണുപ്പാണ് എൻ്റെ പൊന്നെ, പറഞ്ഞറിയിക്കാൻ പറ്റൂല കേട്ടോ. ഒരു കണക്കിനാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വണ്ടി കയറി ഇപ്പോൾ നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. നമ്മുടെ റൂം എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഒരു ഹോട്ടലിലാണ് നമ്മൾ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ടിട്ട് ഫുള്ള് ഡെക്കറേഷനാണ്. ഇവിടെ നവംബർ ആകുമ്പോഴത്തേനും ഡെക്കറേഷനൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമല്ലോ. അതുകൊണ്ട് തന്നെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയാണ്ടോ കാണാൻ. പല ബിൽഡിങ്ങുകളും അതിനോട് ചേർന്നിട്ടുള്ള മരങ്ങളും ഒക്കെ ഇങ്ങനെ ക്രിസ്മസിൻ്റേതായ ഡെക്കറേഷനുകളൊക്കെ ചെയ്തേക്കണോണ്ടേ ഒരു പ്രത്യേക ഒരു ലുക്കാണ് ഈ ഒരു ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ.
നമ്മളങ്ങനെ ബിൽഡിങ്ങുകൾക്കിടയിലൂടെയാണ് നമ്മുടെ ഹോട്ടൽ റൂമിലേക്ക് പോണത്. സിറ്റി തന്നെയാണ് കേട്ടോ നമ്മൾ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഹോട്ടൽ റൂമിൽ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ്. ഇവിടെ എന്തോരം തിരക്കാണെന്ന് പറഞ്ഞാൽ വണ്ടി ഇടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മളങ്ങനെ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട്. കുറേ നേരം ക്യൂ നിന്നു. അതിന് ശേഷമാണ് പിന്നെ ഡ്രൈവർ വന്ന് കണ്ട നല്ല ഫീസൊക്കെ കൊടുക്കണം ഇവിടെ വണ്ടി പാർക്ക് ചെയ്യണതിന്. നല്ല തിരക്കാണ്, അതാണ് ഏറ്റവും രസം. ഹോട്ടൽ റിസപ്ഷനിലൊക്കെ എന്ത് തിരക്കാണ്. ഇനി നമുക്ക് റൂമിലേക്ക് പോവാം. നല്ല തണുപ്പ്. ഞാൻ വിചാരിച്ചേ സീസൺ ടൈം അല്ലാത്തതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ എന്തു തിരക്കാണ് റിസപ്ഷനിലൊക്കെ. വണ്ടി ഇടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ നേരം നമ്മൾ ക്യൂ നിന്നിട്ടാണ് അവരുടെ ഡ്രൈവർ വന്നിട്ട് നമ്മുടെ വണ്ടി എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ പാർക്കിംഗ് ഫീ ഒക്കെ നമ്മൾ എക്സ്ട്രാ കൊടുക്കണം കേട്ടോ. ഹോട്ടലുമായിട്ടൊരു ബന്ധമൊന്നുമില്ല പാർക്കിങ്ങിന്. അങ്ങനെയാണ് ഇവിടെ എല്ലായിടത്തും. നമ്മൾ ഇതിനു മുമ്പും പോയിട്ടുള്ള എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും അങ്ങനെയൊക്കെ തന്നെയാണ്. വണ്ടി ഇടാൻ നമ്മൾ വേറെ സെപ്പറേറ്റ് ക്യാഷ് കൊടുക്കണം. അങ്ങനെയാണ് ഓരോ രീതികൾ. പിന്നെ അതേ റിസപ്ഷനിൽ തന്നെ ഇവിടെ കുറേ ഇങ്ങനെ ഫുഡുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ജ്യൂസ്, പിന്നെ കേക്ക്, അങ്ങനത്തെ കുറേ ഫുഡുകളുണ്ട്. നമുക്കത് ക്യാഷ് കൊടുത്തിട്ട് വേണം കേട്ടോ മേടിക്കാൻ. അതിങ്ങനെ ഡിസ്പ്ലേ പോലെ ഇങ്ങനെ വെച്ചേക്കണതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് റൂമിലേക്ക് പോകട്ടോ. വലിയ ഹോട്ടലാണ്, ഒരുപാട് റൂമുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അറ്റത്തായിട്ടുള്ളൊരു റൂമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമുക്കിനി അതിൻ്റെ അകത്ത എന്തൊക്കെയാണ് സൗകര്യങ്ങളെന്നൊക്കെ നോക്കാം. അപ്പോൾ അതേ നമ്മളൊരു കിച്ചണോട് കൂടിയിട്ടുള്ളൊരു റൂമാണ് എടുത്തേക്കണത്. നമ്മൾ അങ്ങനെയാണല്ലോ സാധാരണ. ഇപ്പോൾ ഏത് റൂം എടുത്താലും കിച്ചണുള്ള റൂം നോക്കി എടുക്കും. പക്ഷേ ഇത്തവണ നമ്മളങ്ങനെ വലിയ പാചകമൊന്നും ചെയ്യണമൊന്നുമില്ല കേട്ടോ. കഴിഞ്ഞ തവണ നമ്മൾ പോയപ്പോൾ പാചകമൊക്കെ ചെയ്തില്ലേ. ഇത്തവണ നമ്മൾ അങ്ങനെ എടുക്കണില്ല. അപ്പോൾ ഈ കാണുന്നത് ഒരു ചെറിയൊരു വിസിറ്റിംഗ് ഏരിയ പോലെയാണ്. സെറ്റിയും ടി വിയും ഒക്കെ ഇട്ടിട്ടുണ്ട്. ആ സെറ്റ് വേണമെങ്കിൽ നമുക്ക് ബെഡാക്കി മാറ്റാം കേട്ടോ. ആ ഒരു രീതിയിലാണ് ആ ഒരു സെറ്റ് ഉള്ളത്. അപ്പോൾ ഇതാണ് ബെഡ്റൂം. അത്യാവശ്യം വലിയ ബെഡൊക്കെയാണ് കേട്ടോ. ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ടി വി ഉണ്ട്. പിന്നെ ചെറിയൊരു ഇങ്ങനെ പുറത്തേക്ക് ഒരു വിൻഡോ പോലെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ഗ്ലാസ്സൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്, നല്ല വ്യൂ ആണ്. അവിടെ നോക്കിക്കാൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ റൂമിൽ തന്നെ ആയിട്ടാണ് വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ അതേ ഇതാണ് ബാത്റൂമും ഒക്കെ. നല്ല അത്യാവശ്യം നല്ല സൗകര്യവും നല്ല വൃത്തിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും റൂമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ റൂമിൻ്റെയൊക്കെ വാടകയൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ നല്ല വാടക കൊടുക്കണം കേട്ടോ. ഒക്കെ പറയാതിരിക്കലാണ് ഭേദം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിനി പുറത്തെ കാഴ്ചകൾ നോക്കാം. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കേ ഫുള്ള് റോട്ടിലേക്കുള്ളൊരു വ്യൂ ആണ് കാണാൻ സാധിക്കുക. ഇങ്ങനെ വണ്ടിയൊക്കെ പോണത് കണ്ടില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഫുഡിൻ്റെ പരിപാടികളൊക്കെ നോക്കാം കേട്ടോ. ഫുഡ് കഴിക്കണ്ടേ, ഉച്ചക്കും കഴിച്ചില്ല. ഇനിയിപ്പോൾ എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരുമിച്ചുള്ളൊരു ഫുഡ് അടിയാണ്. അപ്പോൾ അതേ ഇവിടെ നിന്ന് നോക്കിയാലും നമുക്ക് വ്യൂ ഉണ്ട്. ഫുള്ള് ഗ്ലാസ്സുകളാണ് ഈ ഒരു റൂമിൽ. ദേ ഇവിടെയും ഗ്ലാസ് വരുന്നുണ്ട്. നമുക്ക് പുറത്തേക്ക് നല്ലൊരു അടിപൊളി വ്യൂ ആണ്. പ്രത്യേകിച്ച് ബാൽക്കണിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ഫുള്ള് ഗ്ലാസ് ആയിട്ടുള്ള രീതിയിലാണ് ഇവർ റൂം അറേഞ്ച് ചെയ്തേക്കണത്. അപ്പോൾ ഈ ഒരു സെറ്റിയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ബെഡാക്കി മാറ്റാന്നുള്ളത്. ഇനി കിച്ചൺ നമുക്ക് വെറുതെ ഒന്ന് നോക്കാം. നമ്മൾ പാചകമൊന്നും ചെയ്തില്ലെങ്കിലും നോക്കണമല്ലോ. അപ്പോൾ അതേ ഗ്യാസ് അടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാത്രങ്ങളൊക്കെ ഇതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരായിരുന്നെങ്കിൽ ഇവിടെ പാചകം ചെയ്യാമായിരുന്നു. പക്ഷേ നമ്മൾ ഇത്തവണ അങ്ങനെയൊന്നും നടന്നില്ല. കാരണം വെച്ചാൽ ബോസ്റ്റലിൽ വന്നു കഴിഞ്ഞാൽ കാഴ്ചകൾ കാണണമല്ലോ. പിന്നെ ഫുഡിൻ്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് തന്നെ നേരം ഉണ്ടാവുള്ളൂ. പിന്നെ മാത്രമല്ല ഇത് ഹോട്ടലായതുകൊണ്ട് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റും നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ പോകട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ അതേ എല്ലാ പാത്രങ്ങളും ഉണ്ട് കേട്ടോ. പാത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യണമെന്നൊക്കെ തോന്നും. പിന്നെ നമ്മൾ അതൊന്നും അത്ര വലിയ മൈൻഡ് ചെയ്തില്ല. പിന്നെ ഇവിടെ എല്ലാ സൗകര്യവും ഉണ്ട്. ഡിഷ് വാഷർ, ഫ്രിഡ്ജ്, അങ്ങനെ എല്ലാം ഉണ്ടല്ലോ. പാത്രങ്ങളും ഒക്കെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ സാധനങ്ങളായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു അല്ലേ. അപ്പോൾ അതേ ഫ്രിഡ്ജൊക്കെ നോക്കിക്കണ്ടേ, കാലിയായിട്ടുള്ള ഫ്രിഡ്ജാണ്. ഇതിലും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് വയ്ക്കാമായിരുന്നു. അങ്ങനെ അതൊക്കെ എല്ലാം കണ്ടു സമാധാനമായി. അല്ലെങ്കിലും ഉപയോഗിച്ചില്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് കാണണമല്ലോ. അപ്പോൾ അതേ നമ്മളങ്ങനെ ഫുഡൊക്കെ എടുത്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ കഴിക്കട്ടെ. നമ്മൾ മട്ടൻ മന്തി, അതുപോലെ തന്നെ ചിക്കൻ മന്തി, മട്ടൻ സൂപ്പ്, ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അടിപൊളി ഫുഡായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. വിശപ്പുള്ളത് കൊണ്ടാണോ എന്നറിയില്ല, എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ബോസ്റ്റലിലെ ഫസ്റ്റ് ഡേ വിശേഷങ്ങൾ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബോസ്റ്റലിലെ പുതിയ വിശേഷവുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.